എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ റിവ്യൂ വീഡിയോ അല്ല, ഒരുപാട് ആളുകൾ ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടുള്ളൊരു വീഡിയോ ആണ്. ശരിക്കും ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആദ്യം തീരുമാനിച്ചിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇത് ചെയ്യണ്ട, കാരണം ഇങ്ങനൊരു അവസ്ഥ എല്ലാവരോടും പറയണ്ട എന്ന് വിചാരിച്ച് നമ്മൾ ഇത്രയും കാലം അത് ചെയ്യാതിരുന്നുണ്ടായിരുന്നത്. പിന്നാണ് ഒരുപാട് ചോദ്യങ്ങൾ വന്നു. ഈവൻ നമ്മൾ അഫ്ലുവിൻ്റെ കമൻറ്റിൻ്റെ അടിയിൽ പോലും നമ്മൾ ചോദിച്ചിട്ടുള്ള കമൻറ്റുകളൊക്കെ വന്നപ്പോൾ ഞാൻ തീരുമാനിച്ചു എല്ലാവരോടും ഇത് പറയാം എന്നുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വലിയ സീരീസ് പ്രഖ്യാപിച്ചു, അതിന് വേണ്ടിയിട്ട് നമ്മൾ യാത്ര പോയി. അങ്ങനെ പോയി അവിടെ എത്തിയിട്ട് ആകെ ഒരു വീഡിയോ മാത്രമാണ് അപ്ലോഡ് ചെയ്തത്, വേറെ ഒന്നും ചെയ്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിതിന് ഉത്തരം പറയേണ്ട ആവശ്യമുണ്ടല്ലോ. അപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്നുമല്ല, നമ്മൾ കാർ ഹണ്ട് എന്ന് പറയുന്ന സീരീസിന് വേണ്ടി ദുബായിലേക്ക് പോവുകയും ഏകദേശം ഒരു 10 ദിവസത്തോളം ദുബായിൽ സ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ 10 ദിവസം കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഒക്ടോബർ 10-ാം തീയതി വൈകുന്നേരം ഒരു ദുബായ് സമയം 4 മണിയോട് അടുപ്പിച്ച് നമുക്കൊരു ചെറിയ ആക്സിഡൻറ്റ് സംഭവിച്ചു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രൂപത്തിലാണ് അതിന് ശേഷം ഞാനുള്ളത്. അതായത് സംഭവം ഹാഫ് ഡെസേർട്ടിൽ വെച്ചിട്ടാണ് നടന്നത്. വേറൊരു വണ്ടി റിവേഴ്സ് എടുത്ത സമയത്ത് ഞാൻ അതിൻ്റെ ബാക്കിലുണ്ടായിരുന്നു. ബാക്കിലുണ്ടായ സമയത്ത് എന്നെ ഇടിക്കാൻ വരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയ നിമിഷം മുതൽ തലച്ചോറ് ഓട്ടോമാറ്റിക്കായിട്ട് റിയാക്ട് ചെയ്തിട്ട് കൈ കൊണ്ട് തടുക്കാൻ ശ്രമിച്ചപ്പോൾ 2 കൈയും പൊട്ടിപ്പോയി. തടുത്തത് കൊണ്ടുണ്ടായൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ മാത്രമേ പൊട്ടിയുള്ളൂ, അല്ലെങ്കിൽ മേത്തൊക്കെ കയറുമായിരുന്നു. ഞാൻ കൈ തടുക്കാൻ ശ്രമിച്ചപ്പോൾ കയ്യിൽ വന്ന് ഇടിച്ചിട്ട് ഞാൻ തെറിച്ചു പോയി മരുഭൂമിയിൽ വീണു. വീണത് മരുഭൂമിയിലായതുകൊണ്ട് കഴുത്തൊക്കെ കുത്തിയിട്ടാണ് വീണത്. പക്ഷേ എൻ്റെ ബാക്കി ശരീരഭാഗങ്ങൾക്കൊന്നും തന്നെ യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാലിനൊരു ചെറിയ വേദന ഒഴിച്ച് വേറൊന്നുമില്ല. അപ്പം 2 കൈയിനും അവിടെ റാഷിദ് ഹോസ്പിറ്റലിലായിരുന്നു ചികിത്സ ചെയ്തിരുന്നത്. അവിടെ നിന്ന് സർജറി ആവശ്യമുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വെച്ച് 14-ാം തീയതി സർജറി കഴിഞ്ഞു. ഞാൻ വിശ്രമത്തിലാണ്. ഇപ്പോൾ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞു. ഇനി നവംബർ ലാസ്റ്റ് വരെ ഏകദേശം 6 ആഴ്ചയോളമാണ് ഡോക്ടേഴ്സ് റെസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്രയും കാലം നമുക്ക് വീഡിയോ ചെയ്യാനൊന്നും കഴിയില്ല. ഈ കൈ ഇങ്ങനെ തന്നെയാണ്. എന്തൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിലും, അതായത് നമ്മൾ പ്രാഥമിക കാര്യം ചെയ്യണമെങ്കിൽ പോലും നമുക്കൊരാളുടെ ഹെൽപ്പ് വേണം എന്നുള്ളതാണ് അവസ്ഥ. അതുകൊണ്ടാണ് ഇത്രയും ദിവസം നമ്മൾ വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാതിരിക്കുകയും ഒന്നും ചെയ്ത്, കാരണം എഡിറ്റ് ചെയ്യാനൊന്നും കഴിയില്ല. മാത്രമല്ല നമ്മൾ 10 ദിവസത്തിനിടയിൽ നമ്മൾ ഏകദേശം ഒരു 4-5 വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ, അത് എഡിറ്റ് ചെയ്യാനൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ അതൊക്കെ നിയാസ് എൻ്റെ കൂടെ, എനിക്ക് അപകടം പറ്റിയപ്പോൾ എൻ്റെ കൂടെ ഇങ്ങോട്ട് പോന്നു. നിയാസ് അവിടെ നിന്നിട്ടില്ല, ബാക്കിയെല്ലാവരും അവിടെ ഉണ്ട്. അപ്പം നിയാസ് അത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിയാസ് തന്നെയാണ് ഇപ്പോഴും ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതാണ് സംഭവം. ചുരുക്കി പറഞ്ഞാൽ ഇതാണ്, നമ്മളൊരു അപകടം പറ്റി തിരിച്ചു പോരേണ്ടി വന്നു. അപ്പോൾ അത്രയും ദിവസം ചെയ്ത വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് എനിക്കൊരു കാര്യം കൂടി ചേർത്ത് പറയേണ്ടതുണ്ട്. അതൊരു താങ്ക്സ് ആണ്. കാരണം വെച്ചാൽ ഈ ചാനൽ തുടങ്ങിയതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമുക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ടായി എന്നുള്ളതാണ്. അത് സത്യത്തിൽ റിയലൈസ് ചെയ്തൊരു മൊമെൻ്റ് ആയിരുന്നു എനിക്ക് ആക്സിഡൻറ്റ് പറ്റിയ സമയം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് തട്ടിയിട്ട് പോലീസിനെ വിളിച്ചപ്പോൾ വന്ന ഫസ്റ്റ് എയ്ഡിൽ ഉണ്ടായിരുന്ന ചേട്ടൻ മുതൽ നമ്മൾ വീഡിയോ കാണുന്ന ആളായിരുന്നു. ഹോസ്പിറ്റലിൽ ഒരുപാട് ആളുകൾ, അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കുറേ മുഖങ്ങളുണ്ട്. അതിലൊന്ന് അബു, എങ്ങനെ അവനോട് നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ ജാഷിർക്ക, അതുപോലെ റമീസ്, അരുൺ സ്മോക്കി ഞാനും കൂടി DB11 എന്ന് പറയുന്ന ആസ്റ്റിൻ മാർട്ടിൻ്റെ ഒരു വണ്ടി ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാഫ് ഡെസേർട്ടിൽ പോയപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്. അതുപോലെ തന്നെ അബുവിൻ്റെ ഏട്ടൻ അസ്ലമുക്ക, റമീസ്ക്കാണ് ആസ്റ്റിൻ മാർട്ടിൻ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. റമീസ്ക ആസ്റ്റിൻ മാർട്ടിൻ്റെ മാർക്കറ്റിംഗ് ഹെഡാണ്. അന്നത്തെ ഷൂട്ടൊക്കെ മാറ്റി വെച്ച് അവർ ഫുൾ ടൈം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു നമ്മളുടെ കൂടെ എന്നുള്ളതാണ്. അതിൽ ഏറ്റവും വലിയ ദിവസം എന്ന് വെച്ചാൽ അബുവിനെയും അസ്ലം ഖാനെയും ഒക്കെ ഞാൻ അന്ന് കാണുകയാണ്. അവർ നമ്മളെ വീഡിയോ കണ്ടിട്ടുണ്ട്, പക്ഷെ അന്ന് കാണും. പക്ഷേ എങ്ങനെ പറയേണ്ടത് എനിക്കല്ല, ഒരു ജ്യേഷ്ഠന് തുല്യമായിട്ട്, അല്ലെങ്കിൽ ജ്യേഷ്ഠനേക്കാൾ ഉപരി, അല്ലെങ്കിൽ ഒരു എന്തൊക്കെയോ രൂപത്തിൽ അവരെന്നെ കെയർ ചെയ്തു. അബു ആയിരുന്നു ഫുൾ ടൈം എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. അവരോടൊന്നും നന്ദി പറഞ്ഞാൽ തീരൂല എന്നുള്ളതാണ്. പിന്നെ നമ്മളെ കൂടെ വന്ന 5 ആൾക്കാർ, ചില ആൾക്കാരിനോട് ദുബായിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ 5 ആൾക്കാർ, കാരണം ദുബായിൽ ഇപ്പോൾ റെസ്ട്രിക്ഷൻ ഉണ്ട്, ഒരു വണ്ടിയിൽ ഒരുമിച്ച് 3 ആളുകൾക്കൊക്കെ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ 5 ആളുകളെ കൊണ്ട് ഞാൻ പോയി, അല്ലെങ്കിൽ 5 ആളുകൾ എൻ്റെ കൂടെ വന്നു എന്നുള്ളത് ഏറ്റവും കൂടുതൽ ഗുണം അനുഭവിച്ച ആൾ ഞാനാണ്. കാരണം മത്സരമായിരുന്നു ഇവർ തമ്മിൽ. എനിക്ക് ചോറ് വാരിത്തരാൻ, എന്നെ ടോയ്ലറ്റിൽ കൊണ്ടുപോകാൻ നിയാസ്, അതുപോലെ ഉബൈദക്ക, റംഷാദക്ക, അഫ്ലു, അവരോടൊന്നും എനിക്ക് ഒരിക്കലും നന്ദി പറയാൻ തീരില്ല. അത് അത്രമാത്രം ഉണ്ട്. അതുപോലെ ജാഷിർക്കാണ് ഹോസ്പിറ്റലത്തെയും മറ്റെല്ലാ ഇടപാടുകളും സെറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒക്കെ അപ്പോൾ ഇവരോടൊക്കെ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിരന്തരം മെസ്സേജ് അയച്ച് ചോദിക്കുന്നു, എന്താ സ്റ്റോറീസ് കാണുന്നില്ലല്ലോ, വീഡിയോസ് കാണുന്നില്ല എന്നൊക്കെ. അവരോടൊക്കെ എല്ലാവരോടും ഒരു വലിയ താങ്ക്സ്, അത്രമാത്രം നന്ദി പറയേണ്ട ഒരു സാഹചര്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ പറയേണ്ടതാണ് നമ്മളുടെ റോയൽ ഡ്രൈവിലെ മുജീബ്ക്ക, അതുപോലെ ബാലു സാറ്. ഞാൻ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ അപകടം പറ്റി, അതുകൊണ്ട് തിരിച്ചു അവരെൻ്റെ അടുത്ത് വീഡിയോ എന്തായി, നമ്മൾ സീരിയസ് എന്തായി എന്നൊന്നും ചോദിച്ചിട്ടില്ല. പകരം എൻ്റെ അടുത്ത് പറഞ്ഞത് വേഗം നാട്ടിൽ വരിക, ഹെൽത്ത് ഫസ്റ്റ്, ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക, എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ചോളാം എന്നാണ്. അതുപോലെ തന്നെ ഗുഡ് എയറും നമ്മളോട് അതേ ഒരു കാര്യം പറഞ്ഞു.
മറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ നമ്മൾ ഗൂസ്ബെറി ഇവരൊന്നും നമ്മളോട് വീഡിയോസ് ഇനി എന്നാ ചെയ്യുക, ഇനി ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യങ്ങളൊന്നുമില്ല. ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, തിരിച്ചു വരിക, ചികിത്സിക്കുക, ഹെൽത്ത് ഫസ്റ്റ് എന്നുള്ള. അപ്പോൾ എല്ലാവരോടും ഒരു വലിയ താങ്ക്സ്. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തതാണ്, ഇത് റിവ്യൂ വീഡിയോ മറ്റൊന്നുമല്ല, നമ്മളൊരു കാരണം ബോധിപ്പിക്കൽ മാത്രമാണ്. അതിനങ്ങനെ മാത്രം കാണാം. ഇൻഷാ അല്ലാ അസുഖം മാറി നമ്മൾ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരികയാണെങ്കിൽ ഒക്കെ ദൈവത്തിൻ്റെ അടുത്താണ്. മാൻ ഈസ് പ്ലാനിങ്, ഗോഡ് ഈസ് ഡിസൈഡിങ് എന്നുള്ളതാണ്. അതപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അസുഖം മാറിയിട്ട് പൂർവാധികം ശക്തിയോടെ നമ്മൾ തിരിച്ചു വരും. ദുബായിൽ തന്നെ പോകും. നമ്മുടെ സീരീസ് ഇതിലും നല്ല രൂപത്തിൽ നമുക്ക് തീർക്കണം. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ആ ഒരു സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്.